ഖനോരിയിൽ കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിക്കണമെന്ന് കർഷക സംഘടനകൾ ഇന്നലെ മുതൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിച്ചാണ് പഞ്ചാബ് സർക്കാർ കുടുംബത്തിന് 1 കോടി രൂപ നൽകാനും ഒപ്പം തന്നെ ശുഭ്കരന്റെ ഇളയ സഹോദരിക്ക് സർക്കാർ ജോലി നൽകാനുമുള്ള തീരുമാനം എടുത്തത്. എന്തായാലും തീരുമാനത്തെ കർഷക സംഘടനകൾ കർഷക നേതാക്കളെല്ലാം സ്വാഗതം ചെയ്യുന്നു. एक तो शहीद का दर्जा सरकार से मांग की थी, 1 करोड़ रुपया मुआवजा, और जिसने वो गोलियां चलाइयां उस अधिकारी पे पर्चा दर्ज। जैसे भारत सरकार बीजेपी सरकार बोल सकते हैं, मतलब कानून की व्यवस्था पे बहुत माड़ा हाल है, खमीर पर खोरी पा उसको अपने हाथ में ले बैठी है, लोग धक्का मुक्की कर रही है. उसी तरह बीजेपी हरियाणा सरकार സമരം ചെയ്യുന്ന കർഷക നേതാക്കൾക്കു നേരെ ദേശസുരക്ഷാ നിയമം ചുമത്താൻ ഹരിയാന പോലീസ് നീക്കം ആരംഭിച്ചിരുന്നു. പക്ഷേ ശക്തമായ പ്രതിഷേധമുയർന്നതോടെ ആ നീക്കം ഉപേക്ഷിച്ചു. ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച. മാത്രവുമല്ല, തിങ്കളാഴ്ച ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഡൽഹിയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതകൾ ഉപരോധിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം മാർച്ച് മാസം 14-ാം തീയതി ഡൽഹിയിൽ ശക്തമായ വലിയ ശക്തി പ്രകടനം നടത്താൻ സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. ശംഭു അതിർത്തിയിലും ഖനോരി അതിർത്തിയിലും ഇന്ന് കാര്യമായ പ്രതിഷേധങ്ങളില്ല. ഡൽഹിയിലേക്ക് പോകേണ്ടതില്ല, മാർച്ച് ചെയ്യേണ്ടതില്ല എന്ന താൽക്കാലികമായ തീരുമാനം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കർഷകരെല്ലാം ഇന്ന് കാര്യമായ പ്രതിഷേധത്തിന് ഹരിയാന പോലീസിന്റെ അടുത്തേക്ക് പോകാതെ ഇവിടെ തന്നെ സമാധാനപരമായി തുടരുന്നതാണ് കാണാൻ കഴിയുന്നത്. ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.